ബാസ്കറ്റ്ബോൾ അസോസിയേഷനുമായി സഹകരിച്ച് സ്റ്റാർട്ടിംഗ് 5 സ്പോർട്സ് മാനേജ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡും ABCFF ലീഗ് പ്രൈവറ്റ് ലിമിറ്റഡും 14 വയസ്സിന് താഴെയുള്ളവർക്കും 18 വയസ്സിന് താഴെയുള്ളവർക്കുമായി കേരളത്തിന്റെ പുതിയ ഡെവലപ്മെന്റ് ലീഗ് ആരംഭിച്ചു. പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമായി ആസൂത്രണം ചെയ്യുന്ന പ്രോ ലീഗിനുള്ള തയ്യാറെടുപ്പ് ഘട്ടമായി 2026 ഏപ്രിലാണ് പുതിയ ലീഗ് നടക്കുക. 2025 നവംബർ 24-ന് കേരളത്തിലെ ബാസ്കറ്റ്ബോൾ ചരിത്രത്തിലെ ഒരു പ്രധാന മാറ്റത്തിന് കളമൊരുങ്ങുകയാണ്. അടുത്ത വർഷം ഏപ്രിലിൽ സംസ്ഥാനത്ത് 14-18 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി ഒരു പുതിയ ഡെവലപ്മെന്റ് ലീഗ് അരങ്ങേറും. ഇതിലും വലിയ സ്വപ്നങ്ങളാണ് ബാസ്കറ്റ്ബോൾ ലീഗ് കേരളയ്ക്ക് പിന്നിൽ കാത്തിരിക്കുന്നത്. കൊച്ചി ആസ്ഥാനമായുള്ള സ്റ്റാർട്ടിംഗ് 5 സ്പോർട്സ് മാനേജ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ്, പൂനെ ആസ്ഥാനമായുള്ള ABCFF ലീഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവർ കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷനുമായി സഹകരിച്ച് ബാസ്കറ്റ്ബോൾ ലീഗ് കേരള എന്ന ഈ ഡെവലപ്മെന്റ് ലീഗ് തിങ്കളാഴ്ച പ്രഖ്യാപിച്ചു. കേരളത്തിൽ വരാനിരിക്കുന്ന പുരുഷ വനിതാ പ്രൊഫഷണൽ ബാസ്കറ്റ്ബോൾ ലീഗുകൾക്കുള്ള അടിസ്ഥാന ഘടന ഒരുക്കുകയാണ് ഈ ലീഗിന്റെ ലക്ഷ്യം. പുതിയ ലീഗിനായുള്ള മുന്നൊരുക്കങ്ങൾ ഉടൻ തുടങ്ങും. BLK സീസൺ 1ന്റെ ഭാഗമാകാൻ താല്പര്യമുള്ള എല്ലാ കളിക്കാർക്കും വേണ്ടി ഡ്രിബ്ലിംഗ്, പാസിംഗ്, ഷൂട്ടിംഗ് കഴിവുകൾ വിലയിരുത്തുന്നതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത 1 മിനിറ്റ് ടു ഹോപ്പ് സ്കിൽ ചലഞ്ച് നടത്തും. കേരളത്തിലെ 8 മുതൽ 10 പ്രധാന നഗരങ്ങളിലായി ഈ സ്കിൽ ചലഞ്ച് സംഘടിപ്പിക്കും. ഈ ചലഞ്ചിലെ പ്രകടനമാണ് BLK സീസൺ 1ൽ പങ്കെടുക്കുന്ന 6 ഫ്രാഞ്ചൈസി ടീമുകളിലേക്കുള്ള ചുരുക്കപ്പട്ടിക നിർണ്ണയിക്കുക. ലീഗിന്റെ ഡെവലപ്മെന്റ് ലീഗ് സീസൺ 1 കേരളത്തിലെ കളിക്കാർക്ക് മാത്രമുള്ളതാണ്. ഔപചാരിക താര രജിസ്ട്രേഷൻ 2025 ഡിസംബർ 10-ന് ആരംഭിക്കും. കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷനും അതിന്റെ 14 ജില്ലാ അസോസിയേഷനുകളും BLKയുടെ നിയമങ്ങളും ചട്ടങ്ങളും അന്തിമമാക്കുന്നതിനും 1 മിനിറ്റ് ടു ഹോപ്പ് ചലഞ്ച് നിലവാരപ്പെടുത്തുന്നതിനും ടെസ്റ്റുകൾക്കും ട്രയലുകൾക്കും മത്സരങ്ങൾക്കുമായി സാങ്കേതിക ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിനും പൂർണ്ണമായ സഹായം നൽകും. നിയമങ്ങളും പ്രവർത്തന ചട്ടക്കൂടും തീരുമാനിക്കുന്നതിനായി 2025 ഡിസംബർ ആദ്യവാരം ഒരു ഏകദിന നിയമ വർക്ക്ഷോപ്പ് നടക്കും. ജനുവരി മധ്യത്തോടെ സ്കിൽ ചലഞ്ച് പൂർത്തിയാക്കിയ ശേഷം ഹോട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട കളിക്കാർക്ക് ജനുവരി അവസാന വാരം തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ മാച്ച് പ്ലേ ട്രയലുകൾ ഉണ്ടാകും. തുടർന്ന് ഓരോ വിഭാഗത്തിൽ നിന്നും ഏകദേശം 100 കളിക്കാരെ വീതം 2026 ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ നടക്കുന്ന ഡിജിറ്റൽ ലേലത്തിനായി തിരഞ്ഞെടുക്കും. ഈ ലേലത്തിലൂടെ 6 ഫ്രാഞ്ചൈസി ടീമുകൾ തങ്ങളുടെ സ്ക്വാഡുകളെ സ്വന്തമാക്കും. 4 വിഭാഗങ്ങളിലായി ഓരോ വിഭാഗത്തിലും 6 ടീമുകളോടെ ലീഗിന്റെ ആദ്യ സീസണിൽ ആകെ 24 ടീമുകൾ മത്സരിക്കും. യുവ കളിക്കാർക്ക് മാത്രമല്ല, പരിശീലകർക്കും മാച്ച് ഒഫീഷ്യൽസിനും ലീഗ് പുതിയ അവസരങ്ങൾ നൽകുന്നുണ്ട്. ടീം സെലക്ഷൻ പ്രക്രിയയിൽ ഫ്രാഞ്ചൈസികളെ സഹായിക്കുന്നതിനായി ഓരോ ടീമിനും 2 പേർ എന്ന നിലയിൽ 48 യോഗ്യതയുള്ള പരിശീലകരെ കണ്ടെത്തുന്നതിന് KBA സഹായിക്കും. സീസൺ 1 ഡെവലപ്മെന്റ് ലീഗ് 2026 ഏപ്രിലിൽ ഒരു കേന്ദ്രീകൃത വേദിയിൽ വെച്ച് 10 ദിവസത്തെ പരിപാടിയായി നടക്കും. ഇതിനു മുന്നോടിയായി തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ കളിക്കാർക്കുമായി ഏപ്രിൽ ആദ്യവാരം 3 ദിവസത്തെ കേന്ദ്രീകൃത പരിശീലന ക്യാമ്പും ഉണ്ടാകും. ആകെ 72 മത്സരങ്ങൾ ഉൾപ്പെടുന്ന ഈ ലീഗ് കേരളത്തിലെ അണ്ടർ 14, അണ്ടർ 18 ബാസ്കറ്റ്ബോൾ പ്രതിഭയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ മത്സരവേദിയായി മാറും. സീസൺ 1ന്റെ മറ്റൊരു പ്രധാന പ്രത്യേകത മത്സരങ്ങളുടെ പ്രകടന വിശകലനം, സാങ്കേതിക വിലയിരുത്തൽ, പരിശീലന നിലവാരം മെച്ചപ്പെടുത്തൽ എന്നിവ സാധ്യമാക്കുന്ന ഇന്റഗ്രേറ്റഡ് വീഡിയോ അനലിറ്റിക്സ് എല്ലാം 72 മത്സരങ്ങളിലും ഉപയോഗിക്കുമെന്നതാണ്. ഇത്തരത്തിൽ വീഡിയോ അനലിറ്റിക്സ് ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യ ബാസ്കറ്റ്ബോൾ ലീഗായിരിക്കും ഇത്. ബാസ്കറ്റ്ബോളിന് വലിയ പ്രചാരം നൽകുന്നതിനായി സംസ്ഥാനത്തുടനീളം ഒരു പ്രധാന ബോധവൽക്കരണ ഡ്രൈവും ആക്ടിവേഷൻ ക്യാമ്പയിനും ഉടൻ ആരംഭിക്കുമെന്ന് സ്റ്റാർട്ടിംഗ് 5 അറിയിച്ചു. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ എല്ലാ ജില്ലകളിലും ഈ പ്രചരണം എത്താൻ ലക്ഷ്യമിടുന്നു. ബാസ്കറ്റ്ബോൾ ലീഗ് കേരള എന്നത് കേരളത്തിലെ ബാസ്കറ്റ്ബോൾ മേഖലയിൽ ഒരു ക്രമീകൃതമായ സംവിധാനം കൊണ്ടുവരുന്നതിന്റെ തുടക്കമാണ്. അണ്ടർ 14, അണ്ടർ 18 തലത്തിൽ നിന്ന് തുടങ്ങി ഇത് പ്രൊഫഷണൽ ലീഗുകളിലേക്കുള്ള ഒരു വഴിയായി മാറും. യുവ കളിക്കാർക്ക് വലിയ സാധ്യതകളും മികച്ച അവസരങ്ങളും ഒരുക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. സ്റ്റാർട്ടിംഗ് 5 മാനേജിംഗ് ഡയറക്ടർ P. ജേക്കബ് പറഞ്ഞു. BLK സീസൺ 1ന്റെ ഔദ്യോഗിക ഡെവലപ്മെന്റ് ലീഗ് പങ്കാളിയായി പൂനെയിലെ ABCFF ലീഗ് പ്രൈവറ്റ് ലിമിറ്റഡിനെ സ്റ്റാർട്ടിംഗ് 5 സ്പോർട്സ് മാനേജ്മെന്റ് പ്രഖ്യാപിച്ചു. മഹാരാഷ്ട്രയിൽ 5 സീസൺ യൂത്ത് ബാസ്കറ്റ്ബോൾ ലീഗുകൾ വിജയകരമായി സംഘടിപ്പിച്ച ABCFF ലീഗിന്റെ അനുഭവ പരിചയം കേരള ലീഗിന് പ്രൊഫഷണൽ നടത്തിപ്പിന് സഹായിക്കും. ബാസ്കറ്റ്ബോൾ ലീഗ് കേരളയുമായി സഹകരിക്കുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്.
മഹാരാഷ്ട്രയിലെ ഞങ്ങളുടെ അനുഭവ പരിചയം കേരളത്തിലേക്കും കൊണ്ടുവരാൻ കഴിയും. ഈ പ്രോഗ്രാമിന്റെ വ്യാപ്തിയും വികസനാധിഷ്ഠിതമായ സമീപനവും ലീഗിനെ ഇന്ത്യൻ ബാസ്കറ്റ്ബോളിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ വഴിത്തിരിവിലേക്ക് നയിക്കുമെന്നതിൽ സംശയമില്ല. ABCFF ലീഗ് CEO അനിരുദ്ധ് പോൾ കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തുടനീളം ബാസ്കറ്റ്ബോളിന്റെ പ്രചാരണത്തിനായി ഒരു വലിയ ക്യാമ്പയിൻ ഉടൻ ആരംഭിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ബാസ്കറ്റ്ബോൾ ലീഗ് കേരള എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് ഇതൊരു പുതിയ കാൽവയ്പ്പാണ് ബാസ്കറ്റ്ബോളിൻ്റെ ഹിസ്റ്ററിയിൽ കേരളത്തിൽ. ഇത് വളരെ കാലമായിട്ട് ഞങ്ങളെല്ലാം പ്രൊഫഷണൽ ബാസ്കറ്റ്ബോൾ പ്ലേയേഴ്സ്, ഞങ്ങളെല്ലാം ബാസ്കറ്റ്ബോൾ പ്ലേയേഴ്സ് ആയിരുന്നു ഞങ്ങളുടെ കാലങ്ങളിൽ. അപ്പോൾ തിരിച്ച് ഈ ബാസ്കറ്റ്ബോളിലേക്ക് എന്തെങ്കിലും കൊടുക്കണം, ബാസ്കറ്റ്ബോളിൽ കൂടുതലായിട്ട് വളരണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ അങ്ങനെയാണ് KB ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് ഞങ്ങൾ ഈ സ്റ്റാർട്ടിംഗ് 5 തുടങ്ങിയത്. ഇതിനെയും കൂടുതൽ ഡെവലപ്മെൻറ്റിലേക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പ്രൊഫഷണലിസം കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള സിമിലർ ലീഗൊക്കെ പൂനെയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ABC ഫിറ്റ്നസ് ഫസ്റ്റ് കമ്പനി എന്നുള്ള പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് ഞങ്ങൾ ഇത് ചെയ്തിരിക്കുന്നത്. ഇത് കൂടുതൽ ഒരു ഹൈറ്റ്സിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ അതിന് ശേഷം പ്രൊഫഷണൽ ബാസ്കറ്റ്ബോളും ഇതിലേക്ക് മെൻ ആൻഡ് വിമനും കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നു. അത് കുറേ നമ്മുടെ ബാസ്കറ്റ്ബോൾ ആൾക്കാർക്ക് ബാസ്കറ്റ്ബോളിൻ്റെ ഡെവലപ്മെൻറ്റിനോടൊപ്പം തന്നെ പ്ലെയേഴ്സിനും മറ്റുള്ളവർക്കും കൂടുതൽ ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സും ഒക്കെ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. Hello everyone, this is Anirudh Pole. I am the CEO and founder of ABC Fitness Firm Private Limited, and we are glad to associate with KBA and Starting 5 to bring under 14 and under 18 basketball professional leagues for Kerala, and it will be an event which will be happening in 2026 first week of April, and we are glad to announce that we will be not only taking the skill challenge, but we'll be also doing the trials for the children, and we'll be selecting the players from players auctions, which will be happening in somewhere in February. And the teams are 6 teams in each category, so we have basically 24 teams playing and competing in the upcoming league. And this is the first season. We'll be striving to get that professionalism in the children, and we'll be making sure that children get financially also benefited through the league, and the scouting happens, and the bestest of best children can be part of the high performance centers developed by BFI.